നന്ദി. രാജു പി നായർ, കെ ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപം നിർത്താനുള്ള സമയമായോ? അല്ല, അത് ചെയ്യുന്നവർ പറയേണ്ടതാണ്, പാർട്ടി പറയേണ്ടതല്ല. അതിനകത്ത് ഏറ്റവും ഞാനിപ്പോൾ ഇവിടെ പറയട്ടെ, ഏതൊരു നേതാവിനെതിരെ, ഒരു വനിതയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഒരു പുരുഷനെതിരെയോ സഭ്യതയുടെ അതിർവരമ്പുകൾ വിട്ട് നടത്തുന്ന കമന്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗങ്ങളും എല്ലാം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതിൽ ക്രിമിനൽ സ്വഭാവമുള്ളതിനെതിരെ നടപടിയെടുക്കേണ്ടതാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത് ഏത് നേതാവിനെതിരെയാണെങ്കിലും, ഇനി ഒരു നേതാവുമല്ല, ഒന്നുമല്ലാത്ത സാധാരണ ജനങ്ങൾക്കെതിരെയാണെങ്കിലും അവർക്കും ആ അവകാശമുണ്ട്. അതിനെ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്. പക്ഷെ എനിക്ക് ഇതിനകത്തുള്ള ചില സംശയങ്ങൾ, ഞാൻ ഇപ്പൊ ശൈലജ ടീച്ചർ പറയുന്നതിനെ ഞാൻ തള്ളി പറയുന്നില്ല. ശൈലജ ടീച്ചർക്ക് അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷമം ഞങ്ങൾ ഉൾക്കൊള്ളാം. പക്ഷെ ഇവിടെ പ്രശ്നം, ഇത്തരത്തിലൊരു വീഡിയോ ഹാഷ്മി ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി ഈ വീഡിയോ ഏതാണെന്നുള്ളത്. ഇല്ല, വീഡിയോ ഞാൻ കാണുന്നതും രാജു പി നായർ കാണുന്നതും പി പി ദിവ്യ കാണുന്നതും പ്രസക്തി എന്താണ്? ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് രാജു പി നായർ കരുതുന്നുണ്ടോ അങ്ങനെ ഒരു മോർഫ് ചെയ്ത വീഡിയോ എന്റെ പേരിലുണ്ട് എന്ന് കെ ശൈലജയെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് വന്നിരുന്ന് കള്ളം പറയും എന്ന് കരുതുന്നുണ്ടോ? ശരി, അപ്പൊ അതാണ്. അപ്പൊ ഹാഷ്മി കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. ഞാനും അത് കണ്ടിട്ടില്ല. പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ തൃക്കാക്കര ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ജോസഫ് എന്ന് പറയുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്നത് ജോർജ് ജോസഫിന്റെ ഒരു വീഡിയോ രംഗപ്രവേശം ചെയ്യുകയാണ് ഒരു ദിവസം. അങ്ങനെ ആ വീഡിയോ വരുന്നു. വീഡിയോ വന്നതിനെതിരെ പരാതി കൊടുക്കുന്നു. ഒരു നടപടിയുമില്ല. അവസാനം തെരഞ്ഞെടുപ്പിന്റെ ദിവസം പോയിട്ട് ഏതോ ഒരാൾ, അന്നും ഒരു ലീഗുകാരനെയാണ്, എവിടെ നിന്നോ ഒരു കോയമ്പത്തൂരിൽ നിന്ന് ഇത്തരത്തിലൊരു കുറ്റവാളി ഉണ്ടെന്ന് പോലീസ് പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വാർത്തകൾ വരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ഈ കുറ്റവാളി കേരളത്തിൽ എത്തിയതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. ഇന്നേ വരെ ഹാഷ്മിയോ ഞാനോ, ഞാൻ വിശ്വസിക്കുന്നു ഹാഷ്മിയും കേട്ടിട്ടുണ്ടാവും, ഈ ഒരു കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കേട്ടിട്ടില്ല. അപ്പോൾ ഒരു പാറ്റേൺ ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് വരികയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ രാഷ്ട്രീയ ആരോപണം പറയുവാണെങ്കിലും അത് പറയുന്നത് ഇൻസെൻസിറ്റീവ് ആണോ എന്നൊരു ആത്മബോധം കൂടി ഉണ്ടാവണ്ടേ? ഇപ്പൊ എല്ലാവരും ഇപ്പൊ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF ഫാനിലുള്ള എല്ലാവരും ഈ വീഡിയോയെ കുറിച്ചുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ഥാനാർത്ഥി 60 കഴിഞ്ഞ ഒരു വനിതാ ആരും ആയിക്കോട്ടെ, 60 കഴിഞ്ഞ ഒരു വനിതാ സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം വിളിച്ച് തൊണ്ട ഇടറിക്കൊണ്ട് ഇത്തരത്തിൽ വൃത്തികേട് നടക്കുന്നു എന്ന് കള്ളം പറയുമോ രാജു പി നായർ? ഹാഷ്മി, ഞാൻ അവര് പറയുന്ന ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നതിനെ ഞാൻ മുഖവിലക്കെടുക്കുകയാണ്. പക്ഷെ നമുക്ക് രാഷ്ട്രീയമായിട്ട് ഇതിനകത്ത് പറയുന്ന ഒരു പാറ്റേൺ ഉള്ളതും ഇത് തെരഞ്ഞെടുപ്പ് തന്ത്രമാക്കി മാറ്റുന്നു എന്നുള്ളതും ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചർച്ച ചെയ്താൽ മുന്നോട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും വൈകാരികമായിട്ട് ഇത്തരത്തിലൊരു വ്യാജ വീഡിയോ വിവാദം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ മാറ്റാനുള്ള CPMന്റെ തന്ത്രം ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റുമോ? ഹാഷ്മിയും ഞാനും എല്ലാം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ലക്ഷക്കണക്കിന് പ്രേക്ഷകരും എല്ലാം 1 മണിക്കൂർ നമ്മൾ രാത്രി വന്നിരിക്കുകയാണ്. ഒട്ടേറെ പണികൾ. അപ്പൊ എന്തിനാ ശൈലജ ടീച്ചർ അപമാനിച്ച വീഡിയോനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം? ഇത് നിരന്തരമായിട്ട് നടക്കുമ്പോൾ ഇതൊരു വീഡിയോയിൽ മാത്രമല്ല. ഇപ്പൊ ലവ് ജിഹാദ് ഉണ്ട് എന്ന് കെ ശൈലജ പറഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ ചേർക്കുന്നു. അത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു. എന്താണ്, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ എന്താണ് എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ചോദ്യത്തിന് ക്വസ്റ്റ്യൻ മാർക്ക് വെട്ടിമാറ്റി മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു. ഇല്ലാത്ത ഏതോ മീറ്റിംഗിൽ പങ്കെടുത്തതിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട യോഗവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത ഒരു കാര്യം വേറെ കൊണോട്ടേഷനിൽ എടുത്ത് പ്രചരിപ്പിക്കുന്നു. ഇതൊരു വീഡിയോയുടെ മോർഫിംഗ് ചിത്രത്തിന്റെ കാര്യം മാത്രമല്ല, അടിമുടി വ്യാജ പ്രചരണമെന്നാണ് ടീച്ചറിന്റെ പരാതി. ഒരു FIR ഇട്ടു. ലീഗ് പ്രവർത്തകനാണ് ന്യൂമാഹിൽ. ഹാഷ്മി ഞാൻ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയാം. കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടാണ്. ആ രാഷ്ട്രീയത്തിന് മറ്റൊരാളുടെയും ഇത്തരത്തിലുള്ള കുപ്രചരണം ഞങ്ങൾ തേടാറില്ല, ഞങ്ങൾ ചെയ്യാറുമില്ല. പക്ഷേ ഈ കുപ്രചരണം മുഴുവൻ ഔദ്യോഗിക പത്രത്തിൽ എഴുതി വെക്കുന്ന പാർട്ടിയാണ് CPM, അല്ലെ? ഔദ്യോഗിക പത്രത്തിൽ വ്യാജ വാർത്തകൾ അടിച്ചു വെച്ച് ഈ നാട്ടിൽ കള്ളപ്രചരണം നടത്തുന്ന പാർട്ടി അല്ലെ CPM, ദേശാഭിമാനിയും. എന്താ ഇതുവരെ അതിനെ തള്ളി പറഞ്ഞിട്ടില്ലാത്തത്? എത്രയോ ചെറുപ്പക്കാരുടെ ജീവിതങ്ങൾ
ഇവർ വ്യാജ വാർത്ത എഴുതി കളഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ ഒരു KSU ഒരു പ്രവർത്തകൻ ഉൾപ്പെടെ നമുക്ക് അറിയാലോ 50 ലക്ഷം രൂപയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിരിക്കുകയാണ്. വ്യാജ വിരുദ്ധകാരിയായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തെറ്റുണ്ടാകുമ്പോൾ ആ കൂട്ടത്തിൽ തെറ്റുണ്ടായിട്ട് വിരൽ ചൂണ്ടുന്നത് എന്തിനാണ് സാർ? എന്റെ ചോദ്യം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മുന്നനുഭവങ്ങൾ വെച്ച് അതിനെ ബാലൻസ് ചെയ്യാനാണ് നോക്കേണ്ടത്. ഇന്നിപ്പോ VD സതീശൻ പറയാണ് നുണബോംബാണെന്ന് പറയുകയാണ്. അവിടെ വന്നിരുന്ന അന്തസ്സോടെ ഉപാധികളില്ലാതെ തള്ളിപ്പറയുകയാണ്. തെമ്മാടിക്കൂട്ടങ്ങൾ നിങ്ങൾ ഞങ്ങൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടാന്നേ, നിങ്ങൾ പ്രചരണം നടത്തണ്ട, അത്തരം ഒരു വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉപാധികളില്ലാതെ പറഞ്ഞ് എഴുന്നേറ്റ് പോകണ്ടേ പ്രതിപക്ഷ നേതാവ്? മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്ക് ഒന്നും നിൽക്കാതെ. അതല്ലേ അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മെസ്സേജ്? ഹാഷ്മി, ഞാൻ പറയട്ടെ, ഞാൻ വാട്ടർ ബോട്ടറിലേക്ക് കടക്കുന്നില്ല. ഞാൻ എപ്പോഴും എല്ലാ ചർച്ചകളിലും വിഷയത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ വാട്ടർ ബോട്ടറിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന ഈ വിവാദം എവിടെ എത്തിയെന്ന് ഹാഷ്മി ഒന്ന് പറ. എവിടെ എത്തി? ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിയോ? അവിടെ ഒരു CPM സ്ഥാനാർത്ഥിയല്ലേ പരാതി കൊടുത്തത്? അവരല്ലേ, പോലീസല്ലേ പറഞ്ഞത് ഒരു ലീഗുകാരനെ കോയമ്പത്തൂർ നിന്ന് പിടിച്ചത്? ആ കോയമ്പത്തൂർ നിന്ന് പിടിച്ച ലീഗുകാരനെ ഹാഷ്മി ഒരിക്കലെങ്കിലും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പിന്നീട് ഒന്ന് പറഞ്ഞേ. അപ്പൊ തെരഞ്ഞെടുപ്പുകൾക്ക് അജണ്ട മാറ്റാൻ ഈ സംസ്ഥാനത്ത് BJP എങ്ങനെയാണോ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ മാറ്റാൻ വേണ്ടി പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കുന്നതാണോ എന്ന് ഞാൻ സംശയിച്ചാൽ ഹാഷ്മിക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അല്ലെങ്കിൽ ഹാഷ്മി എന്നോട് പറ, കോയമ്പത്തൂർ പിടിച്ച ഇയാളാണ്, ഇയാൾക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു, ഇയാള് ഇന്ന ജയിലിൽ കിടപ്പുണ്ടെന്ന് ഹാഷ്മി എന്നോട് പറ. എന്താ ജോസഫിനെതിരെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയ ആള് കുറ്റവാളിയല്ലേ? എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് വന്നു? എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഈ ആളെ കോയമ്പത്തൂർ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു വാർത്ത വന്നു? അതിനുശേഷം നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. അത് പോലീസിനോട് ചോദിക്കാം, തെരഞ്ഞെടുപ്പിൽ അത് പോലീസിനോട് ചോദിക്കാം, അല്ലെങ്കിൽ CPM-നോട് ചോദിക്കാം. പക്ഷെ ഇതിനുള്ള മറുപടി അതാണോ? ഇതിനുള്ള മറുപടി അതാണോ? ഇവിടെ ഒരു സീരീസ് ഓഫ് വ്യാജ പ്രചരണങ്ങളുടെ നിരയുണ്ടാവുന്നു. അതിന്റെ ഒടുക്കം ആ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു മോർഫ് ചെയ്ത ചിത്രമുണ്ട്, മോർഫ് ചെയ്ത വീഡിയോ കുടുംബ ഗ്രൂപ്പ് പ്രചരിപ്പിക്കുന്നു. അതിന്റെ വാട്ടർ ബോട്ടിൽ നോക്കാതെ നിരുപാധികം തള്ളിപ്പറയല്ലേ സാർ നിങ്ങൾ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ ന്യായീകരണ മോഡിലോട്ട് പോകുന്നത് എന്തിനാണ് സാർ? ഞങ്ങൾ നിരുപാധികം തള്ളിപ്പറയാണ് ഹാഷ്മി ഓൺ റെക്കോർഡ്. ഞങ്ങൾ കോൺഗ്രസിന്റെ സംസ്കാരത്തിനു വിരുദ്ധമായിട്ട് സ്ത്രീകളെയോ അല്ലാത്തവരെയോ ആരെയും അനാവശ്യ പദങ്ങൾ ഉപയോഗിച്ച് പറയുന്ന ആക്ഷേപിക്കുന്നതിനെ ഞങ്ങൾ നിരുപാധികം തള്ളിപ്പറയുകയാണ്. പക്ഷെ CPM-ന്റെ രാഷ്ട്രീയം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യമില്ല. കാരണം ഇവരുടെ ഇരട്ടത്താപ്പ് പറയേണ്ടി വരും. ഇവർ ചെയ്യുന്ന പ്രവൃത്തി എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതാണെന്ന് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയേണ്ടി വരും. സാധാരണക്കാരായ പെൺകുട്ടികൾ പോലും സൈബർ ലിഞ്ചിങ് അനുഭവിക്കുന്ന കാലത്ത് ആ സൈബർ ലിഞ്ചിങ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ആയുധമാക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് തുറന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തെന്ന് അംഗീകരിക്കണോ? ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലോ. ഇനിയിപ്പോ നിങ്ങളുടെ വിദൂരമായ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇതൊക്കെ ഞങ്ങൾ ചെയ്താണ് സമ്മതിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഹാഷ്മി പറ. ശരി, ഞാനെത്താം. ഇവിടെ KK ശൈലജ 25-ാം തീയതി സമർപ്പിച്ച പരാതിയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. പറഞ്ഞു പൂർത്തിയാക്കൂ ഹാഷ്മി. ഒരു സെക്കൻഡ്, ഞാൻ പറയുന്ന ഒറ്റ കാര്യം, ഞങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ തൃക്കാക്കരയിൽ ജോസഫിന്റെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയ പ്രതി ഏത് ജയിലിലാണെന്ന് പോലീസും ഇനി അടുത്ത് വരുന്ന CPM-ന്റെ പ്രതിനിധി പറയട്ടെ. ദിവ്യ, ജയിലിലാണ് ജോസഫിനെതിരെ വ്യാജ വാർത്ത ഉണ്ടാക്കിയവര്?